അപ്പം വീഡിയോക്കിടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെയാണ് ഇതിടാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വീഡിയോക്കിടയിൽ എൻ്റെ മോൻ വന്ന് വിളിച്ചായിരുന്നു. ഞാൻ വീഡിയോ കുറച്ച് സ്റ്റോപ്പാക്കിയിട്ട് ഞാൻ അവൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോയിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കുട്ടികളൊക്കെ തന്നെ ചെറുപ്പം മുതലേ ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയേക്കുന്ന കാലമാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വരെ പാരൻസ് ആണെങ്കിലും ഈ വീഡിയോ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് വീഡിയോ കൊടുത്തിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ ഈ മലയാളികൾ മലയാളം വായിക്കാൻ കുട്ടികൾക്കൊക്കെ അറിയാം. അപ്പം ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ക്യാപ്ഷനൊക്കെ കാണുമ്പോൾ തന്നെ ഇതെന്താണെന്ന് അറിയാനൊരാഗ്രഹം വരികയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് വിദ്യാഭ്യാസമുള്ള ആർക്കും ഈ ക്യാപ്ഷൻ കാണുമ്പോൾ ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോസിൽ പറയുന്നത് കേൾക്കുമ്പോൾ മിക്കവാറും ഒരുവിധം കേൾക്കുമ്പോഴേക്കും അറപ്പ് തോന്നും. 1-2 ദിവസമല്ല ഇത്, ഇപ്പോൾ ഒരു മാസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഇത് ഇറിറ്റേറ്റിംഗ് ആയി തുടങ്ങി. അത് അവർ മനസ്സിലാക്കണം, യൂട്യൂബേഴ്സായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സംസാരം അല്ലെങ്കിൽ പ്രവൃത്തി അല്ലെങ്കിൽ ഇന്നിപ്പം കണ്ടത് വൃത്തിയെപ്പറ്റി ഭയങ്കരമായിട്ട് ഒരാളെ വൃത്തി ഇല്ലാന്നാക്കി തീർക്കാനും വൃത്തിയാണെന്നാക്കി തീർക്കാനും അതല്ല വൃത്തിയിലേക്ക് കൊണ്ടുവരാനും ഇതൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വീട്ടിലെ കാര്യം എടുത്താൽ മതി. ഒരാളെ വൃത്തിയുള്ള ആളാക്കി തീർക്കാൻ ശ്രമിക്കുന്നതാണോ നല്ലത്? അതല്ലെങ്കിൽ അയാളെ മാക്സിമം വൃത്തികേടാക്കി ചിത്രീകരിച്ച് നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആക്കി തീർക്കാനാണോ നല്ലത്? അതാണോ നല്ലത്? ഇപ്പം നമ്മുടെ വീട്ടിൽ വൃത്തിയില്ലാത്ത ആളുണ്ടെങ്കിൽ ആ വൃത്തിയില്ലാത്ത ആളെ കളയുകയാണോ ചെയ്യുന്നത്? ക്വിറ്റ് ചെയ്ത് പോകാൻ പറയുമോ അവരോട്? എനിക്ക് തോന്നുന്നില്ല നമ്മൾ കളയില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും കാരണന്മാരൊക്കെ. ഇവരൊക്കെ ബെഡിൽ തന്നെ കാര്യങ്ങൾ സാധിക്കുന്നവരുണ്ടാവും. ഇവരൊക്കെ അവരുടെ ആയുസ് തീരണതിന് മുമ്പ് നമ്മൾ പറയും പോയി എങ്ങോട്ടെങ്കിലും പോകാൻ പറയും, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. നമ്മുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ചെറുപ്പത്തിൽ നമ്മൾ എന്തോരം വൃത്തി ഉണ്ടായിരുന്നു. നമുക്കറിയോ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? ഗുഡ് മാനേഴ്സ്, ഗുഡ് ഹാബിറ്റ്സൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോഴാണ്. അതായത് ആ കുട്ടി അത്രയും നാൾ വിദ്യാഭ്യാസം ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പം മൂത്രത്തിൽ കളിക്കുന്നില്ലേ? അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ ഇവർ കൈയിട്ട് ഇതാക്കുന്നത് ഇവർക്കറിയോ? അവരാകെ അറിയുന്നത് എന്താ? ആ വൃത്തിയായിട്ട സ്മെല്ല് കൊണ്ട് അവർ ചിലപ്പോൾ അറപ്പ് തോന്നും, അല്ലെങ്കിൽ കയ്യിലോ കാലിലോ ആയി കഴിയുമ്പോൾ ഒരറപ്പ് തോന്നും. അതാണ് അവർ മനസ്സിലാക്കുന്ന ആദ്യത്തെ പാഠം. ഇനി ഈ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായിട്ട് ആളുകൾ ജീവിക്കുന്നിടത്ത് ചെയ്യേണ്ടതോ, ഒരു കൂട്ടുകുടുംബത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടതൊക്കെ അവർ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ അവരുടെ പാരൻസ് പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നു. വീട്ടിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നതെന്ന് ആദ്യം നമ്മൾ പറയുന്നത്. കാരണം ഒരു കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്നത് എപ്പോഴാണ്? അപ്പോൾ ആദ്യം ബാലപാഠം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് രാവിലെ തന്നെ പല്ല് തേക്കണം, കുളിക്കണം എന്നൊക്കെ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇതല്ലാതെ തന്നെ എന്തൊക്കെ അസുഖങ്ങൾ കാരണം അല്ലെങ്കിൽ വ്യക്തിപരമായ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ അതുകൊണ്ട് ഒക്കെ ചില പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. ഇവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു വൃത്തി പഠിപ്പിക്കുന്ന സ്കൂള് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ചിലർ പറയുന്ന കേട്ടു, ആ പ്രോഗ്രാമിൽ തന്നെ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കണം എന്നൊരു മൊനവച്ച സംസാരം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ പഠിപ്പിക്കാൻ ആരാണ് ചിന്തിക്കേണ്ടത്? അവരുടെ പാരൻസ്. അതായത് വൃത്തിയില്ലെങ്കിൽ വൃത്തി പഠിപ്പിക്കേണ്ടത് അവരുടെ പാരൻസ്.
അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർ, അവരുടെ പ്രധാനപ്പെട്ട ആരാണോ അവരാണ് അത് ചിന്തിക്കേണ്ടത്. അവർക്കേ ഒരു പരിധി വരെ അവരോട് പറയാനുള്ള അവകാശമുള്ളൂ, അങ്ങനെ തന്നെ പറയാം. അതിനുള്ള അവകാശം അവർക്കേ ഉള്ളൂ. പിന്നെ അത് വേണോ വേണ്ടയോ എന്നുള്ളത് എന്നുവെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ തന്നെ എടുക്കാൻ നമ്മൾ എന്താ പറയുക, ഒരു 18 വയസ്സെന്നല്ല, അതിന് മുമ്പേ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം സമ്മതിക്കുമോ? എനിക്കറിയാം എല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്ന് പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ടോപ്പിക്കിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഇന്നത്തേക്ക് ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ടൻറ്റിനെ നമ്മൾ വലിച്ചു നീട്ടി ആളുകളിലേക്ക് എത്തിക്കുന്നത് വേറെ രീതിയിലാക്കുന്നതിൻ്റെ ഒരാവശ്യകതയും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിൽ മിക്കവാറും കാര്യങ്ങൾ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതോടുകൂടി, അതായത് 100 ദിവസത്തോടുകൂടി അവിടെ തീരും. പക്ഷേ അതെല്ലാം ബാധിക്കുന്നത് ഈ പറഞ്ഞ അതിൽ പോയ ആളുകൾക്കാണ്. അവരിത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ എന്തുണ്ടായിരുന്നോ അതിന് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടാവും. അതായത് അവർക്ക് സമൂഹത്തിൽ ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള പേരായിരുന്നെങ്കിൽ അവർക്ക് പിന്നെ അവരൊരു വൃത്തിയില്ലാത്ത ആളെന്നുള്ള രീതിയിലാക്കി തീർക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പോകുന്നവർ എന്നൊക്കെ. ഇതൊക്കെ ആരിടുന്ന പേരാണ്? ഞാൻ പറയുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പേരിടുന്നത് നമ്മുടെ പാരൻസോ റിലേറ്റീവ്സോ ഒരു പേരിടും, അതിനുശേഷം ബാക്കി പേരുകൾ. ഇപ്പം നമ്മളുടെ നാട്ടിൽ ഞാൻ ഒരു സംഭവം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരാളെ എന്താ വേറെ പേരുകൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കളിയാക്കി വേറെ എന്തെങ്കിലും ഇരട്ടപ്പേരിടുക എന്ന് പറയില്ലേ, അങ്ങനെ വിളിച്ചാൽ തന്നെ അയാൾക്ക് നിയമപരമായിട്ട് പ്രതികരിക്കാനുള്ള അവകാശമുള്ള നാടാണ്. അതായത് അയാൾക്ക് ഇട്ടേക്കുന്ന പേരല്ലാതെ അതിൻ്റെ നിറത്തിൻ്റെ പേര്, അയാളുടെ നിറത്തിൻ്റെ പേരിലോ അയാളുടെ പൊക്കത്തിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ പേരിലോ എന്തെങ്കിലും ഒരു ഇരട്ടപ്പേരിട്ടാൽ അതിനി കാലാകാലങ്ങളോളം വിളിച്ചുകൊണ്ടിരുന്നാൽ അതിനെതിരെ പ്രതികരിക്കാൻ പോലും നിയമങ്ങളുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ, ഇപ്പം ഞാൻ കണ്ടു ഒരാളെ, ഇപ്പം ബിഗ് ബോസിൽ തന്നെ അയാളുടെ പേരിനെ അതിൻ്റെ മീനിങ് പേരാക്കിയിരിക്കുന്നു. അതേപോലെ എന്താണ് കോംബോ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ കോംബോ ഒക്കെ വെച്ചത് എന്തിനാണ്? ഒരു പ്രോഡക്റ്റിന് ഓഫറായിട്ടാണ് കോംബോ എന്നുള്ള വേർഡ് തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ. ഇത് മനുഷ്യരുടെ ഒരു കോംബോ ഉണ്ടാക്കിയത് ആരാണ്? അപ്പോൾ ഇതൊക്കെ എല്ലാം ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ ശ്രമിക്കുക, അതിനൊരു മാറ്റം ഉണ്ടാക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രം അതൊരു അങ്ങനത്തെ വാക്കുകളും എന്താ പറയുക, അങ്ങനത്തെ ഒരു മെസ്സേജും പാസ് ചെയ്താൽ പോരെ. അതല്ലാതെ എന്തിന് നമ്മൾ വെറുതെ സമയലാഭം അല്ലെങ്കിൽ സമയനഷ്ടമല്ലേ അതിൽ വരുന്നത്? അല്ലെങ്കിൽ അതുകൊണ്ട് പേഴ്സണൽ ലാഭം എന്താ? മനസ്സുഖം. അത് ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ളവരങ്ങനെ ദ്രോഹിച്ച അങ്ങോട്ട് സന്തോഷമായി, ഇന്നത്തെ ദിവസം കുശാലായി, ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാം എന്ന് വിചാരിക്കുന്ന ചില ടൈപ്പ് ആളുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രോഹിച്ചാലേ അവർക്ക് സന്തോഷം കിട്ടുള്ളൂ. സാഡിസ്റ്റാണത്, മനസ്സിലായോ? സാഡിസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ദ്രോഹിച്ചിട്ട് അതിൽ സുഖം കണ്ടെത്തുന്നവരാണ്. അങ്ങനെ സാഡിസ്റ്റ് ആവരുത്. കാരണം മനുഷ്യൻ എന്ന പദത്തിന് അർത്ഥം തന്നെ മനുഷ്യത്വമുള്ളവനെന്നാണ്. അതായത് മനുഷ്യത്വം, അതിന് വലിയ മീനിങ് ഉണ്ട്. അപ്പോൾ അവരിൽ തന്നെ ഒരു കാറ്റഗറി ആയിട്ട് വരും ഈ സാഡിസ്റ്റൊക്കെ. അവർ മനുഷ്യൻ തന്നെ പല ടൈപ്പില്ലേ. അപ്പോൾ അതിൽ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, അവരുടെ രീതികളൊക്കെ വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ആ കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ചിലപ്പോൾ ചിലർ ഭയങ്കര എന്താ പറയുക, ദൈവികമായിട്ട് പോകുന്ന ഇതായിരിക്കാം. ചിലർ അങ്ങനെയല്ലായിരിക്കും, പ്രകൃതി സ്നേഹികളായിരിക്കാം.
ചിലർ എന്താ പറയുക എന്താ പറയുക ഫെമിനിസ്റ്റ് എന്ന് പറയില്ലേ, പെണ്ണുങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ചിലർ എന്താ പറയുക രണ്ടിനെ അംഗീകരിക്കുന്നവരായിരിക്കാം. അതായത് നല്ലതിനെയും ചീത്തയും അംഗീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഭൂമിയൊക്കെ ഉള്ളൂ, ലോകമുള്ളൂ, ലോകത്താവുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാറ്റഗറികളുണ്ട്. നമ്മളിതൊക്കെ ചെയ്യാനും ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയനഷ്ടം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ടൈം നല്ല രീതിയിൽ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഹെൽപ്പായില്ലെങ്കിലും ദോഷമാകാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഒരു സ്കൂളിൻ്റെ പടിയെങ്കിലും കണ്ടിട്ടുള്ളവർ ചെയ്യേണ്ടതാണ്. സ്കൂളിൻ്റെ പടി കാണണ്ട, ഒരു 10 വർഷം ഭൂമിയിൽ ജീവിച്ചാലും 20 വർഷം ഭൂമിയിൽ ജീവിച്ചാലും നമ്മുടെ അനുഭവത്തിലൂടെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതമെങ്കിലും ഇത്രയും, അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇത്ര ഏജ് വരെ ഞാൻ ജീവിച്ചതല്ലേ, എന്നിട്ട് ഇത്രയും വൃത്തികെട്ട ചിന്താഗതി എന്ന് എങ്കിലും ചിന്തിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് ഒരുപാട് റിപ്ലൈസ്, എനിക്ക് കമൻസ് ഒന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. ഞാൻ അധികം വീഡിയോസ് അങ്ങനത്തെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇട്ടപ്പോൾ ഞാനിട്ട കമൻറ്റിന് തന്നെ ഒരുപാട് റിപ്ലൈസ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു പ്രതികരണശേഷി ആളുകളുടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങനെ എടുത്തേ, പോസിറ്റീവായിട്ട് എടുത്തോളൂ. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ല, നല്ല കാര്യം. കാരണം പ്രതികരിക്കണമല്ലോ, പ്രതികരിച്ചാലേ ചില കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ നല്ല കാര്യത്തിനായിരിക്കണം. അല്ലാതെ എനിക്ക് എന്തും പറയാം, എൻ്റെ ചാനലിൽ എന്തും പറയാം, അതിന് നിങ്ങൾ എന്തു വേണമെങ്കിലും എടുത്തോ. എനിക്ക് വേണ്ടത് റവന്യൂ ആണ്, എനിക്ക് വേണ്ടത് സബ്സ്ക്രൈബേഴ്സാണ്, എനിക്ക് വേണ്ടത് എൻ്റെ ചാനൽ തുടർന്ന് പോവുകയാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് പറയാനില്ലല്ലോ. കാരണം അപ്പോഴും അവർക്കൊരു ചെറിയ ന്യായമുണ്ട്. കാരണം എന്താ, ഞാനൊരു ചാനൽ നടത്തുന്നു, അത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുപടിയില്ല. പക്ഷേ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന, അതായത് അതിനു വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളില്ലേ, അതാണ് പരിധി വിടരുതെന്ന് പറയുന്നത്. അല്ലാതെ അത് നിർത്തണമെന്നോ നിർത്തിക്കുമെന്നോ ഭീഷണിയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടി പോടാന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ചിന്തകളിൽ മാറ്റം വരുത്തിയാൽ നല്ലത്. ഇല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്ത് ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇല്ലയെന്നൊന്നും ആരും സമ്മതിക്കില്ല. അങ്ങനെയുള്ള ഒരു ശക്തി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവനൊക്കെ എന്ത് വിധിയെന്ന് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഇവനൊക്കെ എന്ത് ലോകം കണ്ടിട്ടാ ഇവനൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്നേ ചിന്തിക്കുകയുള്ളൂ. ഇനി ഇവൻ്റെ ജീവിതം എനിക്കേ അറിയാവുന്നത്. ദൈവം ഇപ്പോൾ വിചാരിക്കുകയാണ് എനിക്കേ ഇതൊക്കെ ഇവന് ഇതിലും വലുത് വരാനിരിക്കണേ ഉള്ളൂ എന്നായിരിക്കും ചിലപ്പോൾ. കാരണം ഈ പറഞ്ഞ ആളുകൾ ഇനി അങ്ങോട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വല്ല പ്രഡിക്ഷനുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ അറിയാവുന്ന മറ്റേ ജോത്സ്യരെ കണ്ടിരിക്കുന്ന ആൾക്കാരാണോ? ഞാൻ കണ്ടു, സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ജോത്സ്യനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ പറയുന്നത്. ഞാൻ വിചാരിച്ചു അയാൾക്ക് എന്തറിഞ്ഞിട്ടാ, അയാളുടെ ഒരു രീതിയാണത്. നമ്മൾ കുഞ്ചൻ നമ്പ്യാരുണ്ടായിരുന്നില്ലേ, പരിഹാസത്തിലൂടെ ചിന്തിപ്പിച്ചിരുന്ന ആളാണ്. സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് അയാൾ പുറത്ത് നടന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നിട്ട് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാളുടെ കൂടെ എല്ലാവരും അവന് വായ്ത്താരിയുണ്ട്. അപ്പോൾ വായ്ത്താരി എന്ന് പറയണ വായിട്ടടിച്ച് ജയിക്കാൻ പറ്റുന്നവന് അവൻ്റെ കൂടെ നിന്നാൽ എനിക്കും ഗുണം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒരു കൂട്ടം ആൾക്കാർ അവന് ചുറ്റും കൂടിയിരിക്കുന്നു എന്ന് വെച്ചിട്ട് ഇവരൊക്കെ തലച്ചോറില്ലാത്തവരല്ലല്ലോ, ചിന്തിച്ചുകൂടെ? അവൻ പറയുന്ന എല്ലാത്തിനും ഞങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ പറയുമ്പോൾ ഓരോ ടീമുകളായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ടീം വൈസും കളിക്കണമല്ലോ, ടീം വൈസ് തീരുമാനങ്ങൾ എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊരു ഗെയിമാണ്, എല്ലാത്തിലും ഉപരി അതൊരു ഗെയിമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തീരും. പക്ഷെ അതിനുള്ളവർ മനുഷ്യരാണ്. അപ്പോൾ ഒരു മനുഷ്യത്വം കാണിക്കുക.